അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം ഇന്ന് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. രോഗമില്ലാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. നാം എപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണ്, പടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഒരു രോഗവും ഇല്ലാതെ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമെന്നാണ് നാം എപ്പോഴും ദുആ ചെയ്യുന്നത്. 5 വക്തിലും നാം ചെയ്യുന്ന ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആയാണ്. നബി തങ്ങൾ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു ദുആയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് നീ അഫ്വും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ, ഒരു രോഗവുമില്ലാതെ ജീവിക്കാൻ, സാമ്പത്തികമായ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്ർ നമ്മെ പഠിപ്പിക്കുന്നു. ആ ദിക്ർ ചുരുങ്ങിയത് 100 വട്ടം നാം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകൂല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല, ഒരു രോഗവും വരൂല. ഏതാണ് ആ ദിക്ർ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. മൻ ഖാല, ഒരാൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ കാന ദവാഉൻ മിൻ 99 ദാ, 99 രോഗങ്ങൾക്ക് അതിൽ മരുന്നുണ്ട്. അത് ഷിഫയാണ്, ദവാ ആണ്. ഐസറുഹ അൽഹം, അതിൽ ഏറ്റവും താഴെയുള്ളത് അൽഹം, വിഷമം, ടെൻഷൻ. അപ്പൊ അതിന്റെ മുകളിലുള്ള വലിയ വലിയ രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാൽ മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 100 മറ ഫീ കുല്ലി യൗം, ദിവസവും ഒരാൾ 100 വട്ടം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയാൽ, എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ, ലം യുസിബഹു ഫഖറൻ അബദ, അവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരൂല. നാം എപ്പോഴും പേടിക്കേണ്ട, ഭയക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നാൽ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, കാദൽ ഫഖറു അയ്യകൂന കുഫ്റ, ചിലപ്പോൾ അത് കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. നഅൂദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വമൻ നബതഅ അൻഹു റിസ്ഖഹു, ഒരാൾക്ക് റിസ്ഖിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടാൽ, വിഷമമുണ്ടായാൽ, ഫൽ യുക്സിർ, അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ, മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, പ്രതിസന്ധി നേരിടുന്നവര്, അവര് അധികരിപ്പിച്ചു കൊള്ളട്ടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ മിൻ കൻസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ സ്വർഗ്ഗത്തിന്റെ നിധിയാണ്. അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. വമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയാൽ, കശഫ അൻഹു 70 ബാബൻ മിനൽ ദുർ, ബുദ്ധിമുട്ടിന്റെ 70ഓളം ബാബിൽ നിന്ന്, ബുദ്ധിമുട്ടിന്റെ 70ഓളം ബാബിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അതിന് അൽ ഫഖർ, അതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ് ദാരിദ്ര്യം, ഫഖർ. അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ദിവസവും ചുരുങ്ങിയത് ഒരു 100 വട്ടം ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും, സാമ്പത്തികമായ, ശാരീരികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാം. വലിയ അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിക്ർ പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.